ഇപ്പൊ കുട്ടികൾ പറയാണ് ഡിപ്രഷൻ, എനിക്ക് ഇന്നലെ ഡിപ്രഷൻ ആയിരുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിപ്രഷനാണ്. അതൊന്നും ഡിപ്രഷൻ അല്ല. ബട്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഗ്രേഡ്സ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതിരിക്കുക, ദേ ആർ ബിക്കമിങ് മോർ സെൻസിറ്റീവ്. ഇന്നത്തെ ഇപ്പൊ 50 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമാണെങ്കിൽ 50 പിള്ളേരും പഠിക്കും. ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുട്ടിക്കാലം ഒരു ജോയ്ഫുൾ ഇന്നസെൻ്റ് ഒരു ഫേസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ആ ഒരു ജോയിൻ്റെ ഉള്ളിലും ഒരു സങ്കടമുണ്ടെങ്കിലോ, അത് ആ കുഞ്ഞു മനസ്സിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലോ, ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ. മെനി പീപ്പിൾ ഷൈ അവേ ഫ്രം ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, but at the same time it's so very important to address childhood depression. We are in conversation with Dr. Siji Ravindran, clinical psychologist. Once again, welcome, doctor. Thank you, Maya. Thank you so doctor, this is a topic that is very vast. എനിക്കറിയാം നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എത്ര നേരം അത് നമുക്ക് കൺസൈസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന പോലും എനിക്കറിയില്ല. ബട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് തിങ്. അതായത് ഇപ്പോൾ കുട്ടികളുടെ സാഡ്നെസ് ഉണ്ടാകുക, അവർക്ക് ബോർഡത്തിലൂടെ ഒരു വിരക്തിയൊക്കെ ഉണ്ടാകുക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് അവർ ടിപ്പ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദറ്റ് ഫസ്റ്റ് സൈൻ യു ഷുഡ് ലുക്ക് ഫോർ? ഡെഫിനറ്റ്ലി. ഇപ്പം കുട്ടികൾക്ക് സാഡ്നെസ് ഇപ്പോൾ ചെറിയ അവരുടെ ഒരു ടോയ് നഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഈ സാഡ്നെസ്സിന് ഒരു എക്സിറ്റ് ഡോറുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഡിപ്രഷനിൽ അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുക. അത് കുട്ടികൾ ലോക്ക്ഡ് ആയിരിക്കും ഇൻസൈഡ്. അവരെ എങ്ങോട്ട് നോക്കിയാലും അവർക്ക് ഡാർക്ക്നെസ് ആയിരിക്കും കാണുക. അതുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയറിൽ അതിൽ ടോട്ടൽ ചേഞ്ചസ് വരും. ഇപ്പം സാഡ്നെസ്സിൽ വരുമ്പോൾ നമുക്കതൊരു കുറേ നേരം പ്രൊലോങ്ഡ് ആയിരിക്കത്തില്ല. ഇപ്പോൾ പ്രോബ്ലി ഒരു 1 ഡേ അല്ലെങ്കിൽ 2 days ഒക്കെ മാക്സിമം ആയിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർക്കൊരു സാഡ്നെസ് ഉണ്ടെങ്കിൽ. അത് പക്ഷേങ്കിൽ അതൊരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ പ്രോബബ്ലി അത് ദിവസങ്ങൾ പോവും, മാസങ്ങൾ പോവും. ആൻഡ് മോറോവർ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ അന്ന് വരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, മക്കളിപ്പം പുറത്ത് പോകുന്നതോ അല്ലെ ബീച്ചിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ടൂർ പോകുന്നതോ, എനിത്തിങ്, ഈവൻ ഫുഡ്, അതുപോലെ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാതെ എല്ലാത്തിൽ നിന്നും ഒരു വിഡ്രോവൽ കാണും. ഒന്നെങ്കിൽ ഒരുപാട് നേരം കിടന്നുറങ്ങുക, അതും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ. പിന്നെ രാവിലെ വരുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ല. പിന്നെ പലതരം സിംറ്റംസ് കാണിക്കും. എനിക്ക് സ്കൂളിൽ പോവണ്ട, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് തലവേദനയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് എവറി ഡേ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യണം. ചില സമയത്ത് ഇവർ ഒരു സിംറ്റംസും കാണിക്കാതെ ഇവർ എല്ലാത്തിനോടും ഒരു കൈൻഡ് ഓഫ് ഒരു റിജക്ഷൻ ആയിരിക്കാം. നമ്മൾ ഓർക്ക് ഇതെന്താ ഈ കുട്ടി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ പേരൻസ് ഓഫ് കോഴ്സ് അവർക്ക് സങ്കടം ഉണ്ടാവുമല്ലോ, കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെ അറ്റൻഷൻ കൊടുക്കുന്നില്ല, അവരെന്ത് ചെയ്താലും കുട്ടി ഓക്കെ അല്ല. അതും അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുറേ പ്രശ്നങ്ങൾ അവിടെ കാണിക്കുകയും ചെയ്യും. ഇതെല്ലാം കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം നമ്മുടെ കുട്ടീനെ മനസ്സിലാക്കാൻ നമുക്കേ പറ്റുള്ളൂ. അപ്പം ഒരു നോർമൽ അല്ലാത്ത എന്ത് ബിഹേവിയറിലും കുട്ടിയിൽ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ടൈമിലേക്ക് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് ചെയ്യുകയും അതിന് ഇമ്മീഡിയറ്റ്ലി ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കുകയും ചെയ്യണം. നമ്മൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് പാനിക്കാകുക, നമ്മുടേതായിട്ടുള്ള കുറേ യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ട് പലയിടത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടി പലരുടെ അഭിപ്രായം എടുത്ത് കുട്ടികളെ പല രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് പേരൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാടില്ല. ഇമ്മീഡിയറ്റ്ലി ഈസി ആയിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് അടുത്ത് തന്നെ ആക്സസ് ഉള്ളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക, സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. കുട്ടികളെ അവർ തന്നെ ഡയഗ്നോസ് ചെയ്ത് അവർ തന്നെ അതിന് സൊല്യൂഷൻ കൊണ്ടുവരും. ചില സമയത്ത് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, ദാറ്റ്സ് ജസ്റ്റ് എ ഫേസ്, അതൊരു ഫേസ് മാത്രമാണ്, അതൊക്കെ നീ ചുമ്മാ ഓവർ റിയാക്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഡിസ്മിസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ ഏതൊരു ഘട്ടത്തിലാണ് നമ്മളുടെ ഈ കുഞ്ഞ് പറയുന്ന കാര്യം സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലയളവുണ്ടോ, ഒരു ടൈം സ്പാൻ ഉണ്ടല്ലോ? എത്ര നാൾ നമ്മൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യണം? കുട്ടീനെ നമ്മൾ ഈ കുട്ടികളിൽ ഇങ്ങനത്തെ സിംറ്റംസ് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇവരുടെ സ്ലീപ്പിംഗ് പാറ്റേണിനെ ഇത് ബാധിക്കുന്നുണ്ട്. അതേപോലെ ഇഷ്ടപ്പെട്ട ഫുഡിനോടെല്ലാം അവരുടെ മുന്നിൽ കൊണ്ട് ഒരു ഇഷ്ടമുള്ളൊരു കാര്യം കൊണ്ട് കൊടുത്താൽ പോലും ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതേപോലെ എല്ലാത്തിൽ നിന്നും ഒരു വിഡ്രോവൽ, ഒരു പാർട്ടിക്കോ ഒരു മീറ്റിങ്ങിനോ ഒരു വീട്ടിലൊരാൾ വന്നാൽ പോലും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഈ റൂമിൻ്റെയൊക്കെ കർട്ടനൊക്കെ വെച്ച് കവർ ചെയ്ത് ഡാർക്ക്നെസ് റൂമിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട പാറ്റേൺസാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ അറിയത്തില്ല. അതെ, വാക്കുകൾ ചിലപ്പോൾ അവർക്ക് പറയാനുണ്ടാവില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്,
ഇന്ന് കുട്ടികൾ വളരെ ലാഘവത്തോടും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്, ഓ അമ്മ ഐ എം വെരി ഡിപ്രസ്ഡ്. അപ്പൊ ഇതിനകത്ത് ഇപ്പോ അയ്യോ ഇതിപ്പോ എന്താണ്, എന്റെ കുഞ്ഞിന് ശരിക്കും ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. എക്സാക്ട്ലി. ഇപ്പൊ കുട്ടികൾ പറയാണ് ഡിപ്രഷൻ, എനിക്ക് ഇന്നലെ ഡിപ്രഷൻ ആയിരുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിപ്രഷനാ. അതൊന്നും ഡിപ്രഷൻ അല്ല, അത് മൂഡ് സ്വിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ബുള്ളി ചെയ്തതിൻ്റെയോ സ്കൂളിലോ വീട്ടിലോ ഒക്കെ ഉണ്ടായതോ, അവരുടെ ഒരു സാധനം നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഗ്രീഫ് പാറ്റേൺ ആയിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ ഏറ്റവും നോർമലൈസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഒരു രോഗം നമ്മുടെ അത് നീട്ട് പോയി, അത് എനിക്കും മായ്ക്കോ ഒക്കെ എനി മൊമെൻറ്റ് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനൊരു പ്രത്യേക ഒരു കോസോ റീസൺസോ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്കതിന് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടികളുടെ ഡിപ്രഷൻ പോയിട്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എല്ലാവരും ഓർക്കും എത്ര ക്രൂവലാണ് അമ്മ കുഞ്ഞിനോട് അങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ ഈ ലോകത്ത് നീ മാത്രമാണോ പ്രസവിക്കുന്നത്, വേറെ എത്ര പേര് പ്രസവിക്കുന്നു എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അറിയില്ലല്ലോ അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. എല്ലാത്തിനും വിഡ്രോവൽ ചെയ്ത് എവിടെയെങ്കിലും പോയിട്ട് അവരുടെ അൾട്ടിമേറ്റ് ഇതിന് സൊല്യൂഷൻ എന്താണെന്നറിയോ? മരണം. അതിനുവേണ്ടി അവരിങ്ങനെ അതാണ് അവരവരുടെ ഹാപ്പിനെസ് കണ്ടെത്തുക, അതിനെങ്ങനെ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവരുടെ റിസർച്ച്. അപ്പം ഒന്ന് ആലോചിക്കണം, ഇത് ക്യാൻസറിനെക്കാട്ടിലും ഭീകരമാണ്, നമ്മൾ ഏറ്റവും കാൽക്കുലേറ്റ് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്തിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഡിപ്രഷൻ സ്റ്റേജ്. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച, നാളെ എന്നൊന്നും ഇല്ല. ഡിപ്രഷൻ ഒരു രോഗമാണ്. ദാറ്റ് ഹാസ് ടു ബി ഒരു മെഡിസിൻ ഇൻ്റർവീൻ ചെയ്യേണ്ട, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ട ഒരു സ്റ്റേജാണ്. അത് പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ കുട്ടികളിൽ ഇത് കാണുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്കൊന്നും നമ്മുടെ ഈഗോനെ ഒന്നും ഹേർട്ട് ചെയ്തില്ല. പ്രോബ്ലി പേരൻസിന് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുട്ടി അങ്ങനെയാണോ, എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇതിനെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ കുട്ടികളിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ എത്രയും ഫാസ്റ്റായിട്ട് കുട്ടീനെ ഒരു പ്രൊഫഷണൽ അടുത്ത് കൊണ്ടുപോവുക, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം ഒരു കുട്ടിക്ക് ഡിപ്രഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ആങ്സൈറ്റി അറ്റാക്ക് പോലെ ആയിരിക്കും. ഇപ്പം അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ ആസ്പെക്ട്സും കൂടി ഉൾപ്പെടുന്നതാണല്ലോ. കറക്റ്റ്. അപ്പം കാലാകാലം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തും ഗ്രേഡ്സ് നല്ലതാവാത്തപ്പോൾ വഴക്ക് കിട്ടുക, ആ ഒരു ബുള്ളിങ് ചിലപ്പോൾ നേരിടുക, സ്കൂളിൽ നിന്നുള്ളൊരു പ്രഷർ ഉണ്ടാകുക, ഇതെല്ലാം നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ള ഇൻസ്റ്റൻസസ് തന്നെയാണ്. ബട്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഗ്രേഡ്സ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതിരിക്കുക, ദേ ആർ ബിക്കമിങ് മോർ സെൻസിറ്റീവ് എന്ന് തോന്നിയിട്ടുണ്ടോ ഡോക്ടറിന്? എനിക്ക് സെൻസിറ്റീവായി തോന്നിയത് പേരൻസിലാണ് കുട്ടികളെക്കാട്ടിലും. കാരണം ഈ ആൻസൈറ്റി എന്താണ്? ആൻസൈറ്റി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവിടെ എന്തോ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ഫൺ എലമെൻ്റായിട്ട് പറയാറുണ്ട്, ഒരാൾ 15 വയസ്സിൽ 10th ഫെയിലായി ബിക്കോസ് ആൻസൈറ്റി, തോറ്റു പോകുമെന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കോളേജിൽ പോകാൻ പറ്റിയില്ല, നല്ല പഠിക്കാൻ പറ്റിയില്ല, ജോലി കിട്ടിയില്ല, നല്ല കല്യാണം കഴിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരുന്നു? 10th ക്ലാസ്സിലെ ആൻസൈറ്റി കാരണമാണ് എനിക്കിതൊന്നും നേടാൻ പറ്റാതെ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ആൻഷ്യസ് ആയിട്ടുള്ള ആൻസൈറ്റി ട്രേറ്റ്സ് ഉള്ള ഒരു പേരൻറ്റ്, അല്ലെ ഡിപ്പെൻഡൻസി ട്രേറ്റ്സ് ഉള്ള പേരൻസിനൊക്കെ കുട്ടികളെ അവർ ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. ഒരുപാട് പേരൻസ് ഉണ്ട് ഈ ആൻസൈറ്റി ട്രേറ്റ്സ് ഉള്ളവർ. അവരെന്ത് ചെയ്യുന്നു? കുട്ടികളോട് ക്രിട്ടിക്കലായിരിക്കും. നിൻ്റെ ആ ഒരു മാർക്ക് എവിടെ പോയി, നീ അവരെ നോക്ക്, ഇവരെ നോക്ക്, അവരൊക്കെ എങ്ങനെ പഠിക്കണോ. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരിടത്ത് പള്ളിയിലോ അമ്പലങ്ങളിലോ എവിടെയെങ്കിലും നമ്മളൊരു സോഷ്യൽ ഗ്യാതറിങ്ങിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് അവളെ ഇഷ്ടമായില്ല അല്ലെങ്കിൽ അവനെ ഇഷ്ടമായില്ല. അപ്പോൾ ഉടനെ നമ്മുടെ പേരൻസ് പറയും എന്താ ഇഷ്ടപ്പെടാൻ, അവൻ നല്ലതായിട്ട് പഠിക്കും, അല്ലെ അവൾ നന്നായിട്ട് പറയും, അതുകൊണ്ട് നിനക്ക് കുശുമ്പ് കാരണം. പക്ഷേ അതിനൊക്കെ ഒരു റീസൺസ് ഉണ്ട്. സൈക്കോളജിക്കലി അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല റീസണുകളും. പക്ഷേ എല്ലാത്തിനും ഈ ജഡ്ജ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾ സ്വയമായിട്ട് ക്രിട്ടിക്സ് ആവും. അവരോർക്കും എനിക്കിതിനൊന്നും കഴിവില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്, ഞാൻ ഇതൊന്നും ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കുട്ടികളോട് തന്നെ ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ വരും. അവിടെ തൊട്ടാണ് ഈ പ്രോബ്ലംസ് തുടങ്ങുന്നത്. ഈ ആൻസൈറ്റി ഫോം ചെയ്യുന്നതും കുട്ടികളിൽ പലയുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഇതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് പേരൻറ്റിങ് ആണ് ഏറ്റവും മേജർ റോള്. ഞാൻ ആക്ച്വലി ഈ പറഞ്ഞൊരു ആസ്പെക്റ്റിലേക്കും കൂടെ വരാണ്ടിരിക്കുക. ചിലപ്പോൾ ചില പേരൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക
എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും. ഒരിക്കലും അത് അവർക്ക് വിഷമം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അവരെ താഴ്ത്തണമെന്നോ എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ആ പേരന്റ് പറയുന്നത്. നീ അവനെ കണ്ടുപിടിക്കുക, അവന് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ പറയുന്നത്. ഈ അൺഇൻറ്റൻഷനലി പേരൻസ് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ട്രിഗർ ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ തിങ്സ് ദറ്റ് പേരൻസ് ആസ് ഇന്നിപ്പം ഐ ഫീൽ ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ ബോഡി ഷേമിങ് ആസ് എ സൊസൈറ്റി യു നീഡ് ടു ബി പൊളിറ്റിക്കലി കറക്റ്റ്. അപ്പോൾ ഒരുപാട് കാര്യം ഈവൻ കുട്ടികളോട് വരെയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകണം എന്നുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ വാട്ട് ആർ ദ തിങ്സ് ദറ്റ് യു ഷുഡ് ഓൾസോ ലുക്ക് ഔട്ട് ഫോർ ആസ് എ പേരൻറ്റ്? ഞാൻ കോൺഷ്യസ് ആകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റാണ്. ഇപ്പം ഈ കമ്പാരിസൺ ഉണ്ടല്ലോ, അത് നമുക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ കേസസിലും വരുന്നുണ്ട്. അത് പേരൻസ് അറിയാതെ ഈ പറയുന്ന പോലെ അൺഇൻറ്റൻഷനലി അവർ ഉദ്ദേശിക്കുന്നേ ഉണ്ടാകത്തില്ല, നല്ലത് വരട്ടെ എന്ന് കരുതി പറയുന്നതാണ്. പക്ഷേ ഞാൻ അപ്പോൾ പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങളെ ഇപ്പോഴ് ഒന്ന് കമ്പയർ ചെയ്യുക. അവൻ്റെ ഭാര്യയാണ് കുറെ കൂടെ സുന്ദരി, അവളുടെ ഒരു ഫിഗർ കണ്ടോ, തീർന്നു കഴിഞ്ഞു, അല്ലെ അവൻ്റെ മസിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അഡൾട്ടാണല്ലോ, നിങ്ങളുടെ 30s 40s ഒക്കെ ഉള്ളവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സ് എത്രത്തോളമായിരിക്കും? മയക്ക് ചിരി വരുന്നത്, ശരിക്കും ചിരി വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സ് എത്രത്തോളമായിരിക്കും അത് ഫീൽ ചെയ്യുക? കാരണം ഇങ്ങനെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, കാരണം അവരെ സംബന്ധിച്ച് അവർ പെർഫെക്റ്റ് ആണ്. കാരണം അവരുടെ പേരൻസ് പഠിപ്പിച്ചേക്കുന്നത് എന്താണ്? പെർഫെക്ഷനിസം. അതിനകത്ത് വേറെ അവരുടെ പല കുട്ടികളിലുണ്ടാകുന്ന ഒരു ബേസിക് നേച്ചേഴ്സിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. എങ്ങനെ പെർഫെക്റ്റ് ആകാം, എൻ്റെ കുട്ടി അവനെക്കാട്ടിലും എങ്ങനെ ബെസ്റ്റ് ആകാം, അവളെക്കാട്ടും. അതേപോലെ പലപ്പോഴും ഇപ്പോൾ 10th റിസൾട്ടൊക്കെ വന്നപ്പോൾ എത്ര കേസസാണ് വരുന്നത്? എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ് ട്രോമറ്റൈസ് ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എങ്ങനെ ഗ്രൂപ്പിൽ പറയും, വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇപ്പം എല്ലാവരുടെയും സ്കോറിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം. അപ്പം എൻ്റെ അമ്മ എന്ത് പറയും? അപ്പം എൻ്റെ അമ്മ അതോർത്ത് വിഷമിക്കുകയാണ്. അപ്പം ഞാൻ ആ ഗിൽട്ടങ്ങ് എടുക്കുവാണ്. അതിന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരേണ്ട ആവശ്യം വരുവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എന്തിനാണ് നമ്മൾ പുഷ് ചെയ്യണത് കുഞ്ഞുങ്ങളെ? എന്നിട്ട് എന്താ നമ്മൾ നേടുന്നത്? അല്ലേ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കില്ല. അവർ നോക്കുന്ന പേരൻസ് ബിക്കോസ് അവരുടെ പ്രഷർ കാരണമാണ്. കാരണം ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നതാണ്, എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്, ഈ ഇന്നത്തെ കാലത്ത് ഇത്രയും മാർക്കും വെച്ചിട്ട് എന്ത് ചെയ്യാനാ എന്നുള്ള ജഡ്ജ്മെൻറ്റിനെ പേടിച്ചിട്ടാണ് ഈ പേരൻസ് വറി ചെയ്യുന്നത്. ആ വറീസ് കുറച്ചെങ്കിലും കുട്ടികളുടെ മേലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ എല്ലാവരും പഠിക്കുന്നവരാണ്. നമ്മളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ബെഞ്ചേഴ്സ് രണ്ട് ബെഞ്ചിലുള്ളവരായിരിക്കും പഠിക്കുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് പറയുന്നത് മിഡിൽ തൊട്ട് അങ്ങോട്ട് ഫുൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു 10 പേരായിരിക്കും പഠിക്കുന്നത്. അവര് അത് വെച്ചിട്ട്, പക്ഷെ അവരൊക്കെ ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ മുന്നിൽ വന്നത്. അത് രണ്ടാമത്തെ ഹിസ്റ്ററി. പക്ഷെ എങ്കിൽ പോലും ഇന്നത്തെ ഇപ്പൊ 50 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമാണെങ്കിൽ 50 പിള്ളേരും പഠിക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് അതങ്ങനെ അവരെ പുഷ് ചെയ്തേക്കണം. കാരണം സ്കൂളിന് റിസൾട്ട് വേണം. പിന്നെ ഇതിനകത്ത് വേറൊരു പാറ്റേൺ കൂടെ എനിക്ക് പറയണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു തമാശയുണ്ട്. അതായത് ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് പേഷ്യൻ്റ് ഡൈഡ്, അല്ലേ? അതേപോലെയാണ് ഞങ്ങളെല്ലാം പഠിപ്പിച്ചു, പിള്ളേർ പഠിക്കുന്നില്ല. ഈ ഒരു എന്നിട്ട് അവരുടെ ഒരു പ്രൊഡക്റ്റീവ് ടൈമായിരിക്കും സ്കൂളിൽ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് 3 മണി വരെ. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയും നിങ്ങൾ ട്യൂഷന് വിടും കുട്ടികളെ. പിന്നാണ് ആ കുട്ടികൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പിന്നെ ട്യൂഷനും ഒക്കെ വിട്ടിട്ടാണ്. കാരണം സ്കൂളുകൾ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യുക, സ്കൂളിൽ നിന്ന് വെരിഫിക്കേഷനൊക്കെ വന്നിട്ട് മാക്സിമം ഫീസ് കൂട്ടുന്ന കാര്യങ്ങൾ, അതിന് എന്തൊക്കെ പോർട്രേറ്റ് ചെയ്യാം, ഓഡിയൻസിനെ പോർട്രേറ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയയിലൂടെ എന്ത് കാണിക്കാം എന്നത് മാത്രമായിരിക്കും. അതും കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രഷർ എത്രയാണെന്നറിയോ? കാരണം എൻ്റെ അടുത്ത് വന്ന കേസസിലൊക്കെ പറയുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഓരോ കുട്ടികൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിൽക്കുന്നു, ഇതൊന്നും ഞങ്ങൾ അറിയുന്നത് പോലും ഇല്ല. അപ്പോൾ കുട്ടി പറയുന്നത് എനിക്കും അറിയില്ല. അവർ ചൂസ് ചെയ്യും നിങ്ങൾ ഇതിന് പങ്കെടുക്കുക, അത് രഹസ്യമായിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതും കുട്ടികൾക്കുണ്ടാകുന്ന പ്രഷറുണ്ടല്ലോ, ഇത് 4 വർഷത്തൊന്നും ഈ കുട്ടികൾക്കുണ്ടാകുന്ന പ്രഷർ എന്ന് വെച്ചാൽ ഹ്യൂജാണ്. എനിക്ക് എല്ലാ പേരൻസിനോടും പറയുന്നത് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, ടേക്ക് എ ഡീപ് ബ്രെത്ത്. നിങ്ങളുടെ കുട്ടികളാണ് അല്ലേ, നമ്മുടെ കുട്ടികളാണ്. അപ്പം അവരെ ഈ സറൗണ്ടിങ്സിനെ മൊത്തം സാറ്റിസ്ഫൈ ചെയ്തിട്ട്
കുട്ടികളെ ഒന്നും ആക്കാൻ പറ്റില്ല, രാദർ അവരെ ഫ്രസ്ട്രേഷൻ ആയിട്ടും സഫോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലോട്ട് കൊണ്ടുപോവാണ്. അത് അവരെ എങ്ങും എത്തിക്കുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ട ചില കാര്യം, ഇപ്പം യെസ് ദർ ഇസ് ഒരു വിഭാഗം പേരൻസ് ഉണ്ട്, അവർ ഈ പേരൻസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അതാണ് ഇപ്പൊ ഡോക്ടർ സ്റ്റേറ്റ് ചെയ്തൊരു സിനാരിയോ. മറ്റൊരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ പേരൻസ് ആർ വെരി കൂൾ, അവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല കുട്ടിയുടെ അടുത്ത്. എന്നാലും ഇപ്പൊ ഐ തിങ്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് നമ്മൾ കണ്ടത് പേരൻസ് പറയും നമ്മളൊന്നും അവൻ്റെ അടുത്ത് പറയാറില്ല, പക്ഷേ 10ാം ക്ലാസ്സിൽ മാർക്സ് കുറഞ്ഞപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ സെർച്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദേ വർ ഓൾസോ ഷോക്ക്ഡ്, എന്താണ് നമ്മളൊന്നും പറയാറില്ലല്ലോ അവൻ്റെ അടുത്ത്, എന്നിട്ട് എന്താണ് അവൻ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന പേരൻസും ഉണ്ട്. 100%. അതെന്തുകൊണ്ടാണെന്നായിരിക്കും സോഷ്യൽ വിഡ്രോവൽ. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജുള്ള കുട്ടികളാണ് ഇങ്ങനത്തെ ആക്ഷൻസ് എടുക്കുക. കാരണം അവരെ സംബന്ധിച്ച് ഈവൻ ദോ പേരൻസ് അത് പറയുന്നുണ്ടെങ്കിൽ പോലും സംവേർ അവർക്ക് തോന്നുവാണ് ഞാൻ ഗുഡ് ഇനഫ് അല്ല. Maybe they are not conscious about, അവര് മനസ്സിലാക്കുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ. കറക്റ്റ്. പല കുഞ്ഞുങ്ങളും സംഭവിക്കുന്നത് ഇതാണ്, ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്നുണ്ടെങ്കിൽ ചുമ്മാ അതൊരു പിള്ളേരും പോവില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റൂട്ട് കോസ് ഉണ്ടാവും. നമ്മൾ അവരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും അറിയാവുന്നത്. അപ്പോഴായിരിക്കും പേരൻസ് പോലും വണ്ടറാവുന്നത്, ഞങ്ങൾ ഇത്രയും വലിയ തെറ്റുകാരാണോ, ഇതിനൊക്കെ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടോ. ഇറങ്ങിപ്പോകേണ്ട അവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ സ്കൂളിലുള്ള കമ്പാരിസൺ കൊണ്ട് പഠിക്കാത്ത കുട്ടികളെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ, അവരൊട്ടും കൊള്ളില്ല എന്നുള്ളതായിരിക്കുമല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു റീസണാണ്. പിന്നാണ് നമ്മൾ അഡോളസെൻസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഐ വാസ് ജസ്റ്റ് ഗോയിങ് ടു കം ടു ദാറ്റ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ കൊച്ചു കുട്ടിയുടെ പേരൻസ് വർ ഇൻ ഡിനയൽ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് ആ CCTV ദൃശ്യം കാണുമ്പോൾ അവർക്ക് തന്നെ ഷോക്ക്ഡായി പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണോ, ഞാൻ ആസ് എ പേരൻറ്റ് ഫെയിൽ ചെയ്തോ എന്നൊരു റിയലൈസേഷനിലാണ് അത് അവസാനിക്കുന്നത്. അതിനകത്തും വന്നേക്കുന്നത് കണ്ടോ, ഒന്ന് പേരൻസിൻ്റെ ഒരു മേജർ റോൾ, പേരൻസ് പോലും അറിയാതെ. സെക്കൻഡ് തിങ് വന്നതാണ് ആ കുട്ടിക്ക് റിജക്ഷൻ. അതായത് അവനെ കൊള്ളില്ല, അവളെ കൊള്ളില്ല, എനിക്കിങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്, എന്നിട്ടും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവൾക്ക് ഇന്ന ഡിഫക്ട്സ് ഉണ്ട്, എന്നിട്ട് പോലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു തോട്ട് പാറ്റേൺ. ഇവരും ഇതേപോലെ ചില ആളുകൾ സ്മാർട്ടാണ്, ചില ആളുകൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ കഴിയും, ആൺകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഈ കുട്ടികൾ ലേബൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മേജർ റോൾ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഇവരെ തന്നെ ഡിഫൈൻ ചെയ്യുവാണ് ദാറ്റ് ഞാൻ ഈ ലോകത്തിനെ വേർത്തല്ല, അതായത് ഞാൻ എവിടെയെങ്കിലും കൂടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ എൻ്റെ ലൈഫ് എൻഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പാറ്റേണിലോട്ട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എവിടെയാണ്, കുട്ടികളിൽ വരുന്ന മൈന്യൂട്ട് ചേഞ്ചസ് പോലും ഒരു ജഡ്ജ്മെൻ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് നമ്മുടെ കുറേ ലേണിങ്ങും എക്സ്പീരിയൻസും കൊണ്ടിടുന്നതും നമ്മൾ മീ ടു സിൻഡ്രോം, അതായത് ഞാനിങ്ങനെയായിരുന്നു, ഞങ്ങളിങ്ങനെ പോയതാ, അതൊന്നും പറയുന്നതിന് പകരം ആ കുട്ടീനെ കുട്ടിയായിട്ടൊന്ന് കാണുക, അവർക്ക് എന്താണ് പറയുന്നുള്ളതെന്ന് ജഡ്ജ്മെൻറ്റിലല്ലാതെ ഒരു തേർഡ് പേഴ്സൺ, അതായത് തേർഡ് പെർസ്പെക്റ്റീവിൽ, അതായത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി നമ്മുടെ വീട്ടിലോട്ട് വന്നിരുന്നിട്ട് നമ്മുടെ വീട്ടിലൊരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഒരു കഥ കേൾക്കാൻ നിന്നാൽ നമ്മുടെ അതേ ഇൻറ്റൻസിറ്റിയിലായിരിക്കും അവർ കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു തേർഡ് പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണുക, ഒരു ഇമോഷനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ നമ്മൾ അതിനെ ഒന്ന് കേൾക്കുക, കാണുക, എന്നിട്ട് നമ്മളെക്കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൻ്റെ അടുത്തില്ല, ഒരു തേർഡ് ആളുകളെ ജഡ്ജ്മെൻറ്റിലല്ലാതെ കുട്ടീനെ കൂടുതൽ ട്രോമറ്റൈസ് ആക്കാത്ത ഒരാളുടെ അടുത്ത് ഒരു ഹെൽപ്പ് എടുക്കുക. അപ്പോൾ ആ സീരീസിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ ചെറിയ ചെറിയ റിജക്ഷൻസ് പോലും നമ്മളവർക്ക് ഈ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറ്റും, പക്ഷേ കുട്ടിക്ക് അത് ചെയ്യണമെന്നില്ല. കുട്ടീനെ മെൻ്റലി നമ്മൾ അതിന് പ്രിപ്പയർഡ് അല്ല, ട്രെയിൻഡ് അല്ല. കുട്ടീനെ ഇപ്പം ഏറ്റവും ലാസ്റ്റ് സ്കോർ ചെയ്യുന്നവർക്ക് വരെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്. കുട്ടികളെ എപ്പോഴും നമ്മളൊരു ഷീൽഡായിട്ട് പ്രൊട്ടക്ട് ചെയ്തെല്ലാം. കാരണം ഞാൻ ആക്ച്വലി ആലോചിക്കായിരുന്നു, ഇന്നിപ്പം ഒരു LKG സ്റ്റുഡൻറ്റിന് വരെ മറ്റേ ഗ്രാജുവേഷൻ സെറിമണീസ് നടത്തുമല്ലോ, ആൻഡ് ഗുഡ് ജോബ്. സോ ഐ ഫീൽ ഇന്നത്തെ കുട്ടികൾ കുറെ കൂടെ ദേ ആർ കുഷൻഡ്. നമ്മുടെയൊക്കെ സ്കൂളിൽ എന്തായിരുന്നു, ഐ മീൻ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ, ഐ തിങ്ക് വെൻ ഐ വാസ് ഇൻ മൈ 5th സ്റ്റാൻഡേർഡ് ഓർ 4th സ്റ്റാൻഡേർഡ് 5th 6th ആ ടൈമിലാണെന്ന് തോന്നുന്നു, ഒരു പ്രോജക്റ്റ് വേണമെന്ന്. അപ്പോൾ അതായത് നമുക്ക് മറ്റേ ബാലൻസ് ഉണ്ടല്ലോ, അതുണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. അപ്പോൾ എല്ലാവരും കുറച്ച് കുട്ടികൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി, മറ്റേ അവർ കോക്കനട്ട് ഷെല്ലൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ട് പിന്നെ മറ്റേ ത്രെഡൊക്കെ വെച്ചിട്ട് അവരൊരു പ്രോപ്പർ ബാലൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട്, ത്രാസ് അത് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ചെന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ ക്രിയേറ്റീവ് ഞാനാണെങ്കിൽ എന്തോ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ടീച്ചർ ഔട്ട്റൈറ്റ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട്
കളിയാക്കി ഹ്യൂമിലിയേറ്റ് ചെയ്ത് വിട്ടു. സോ സി വി വർ കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ദാറ്റ്. ശരിയാണ്, അന്ന് സങ്കടമൊന്നും ഇല്ലെന്നല്ല, ഇന്നും എനിക്ക് ആ സങ്കടം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിലും അത് പറയുന്നത്. യെസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഐ തിങ്ക് അത് നമ്മള് ടീച്ചേഴ്സ് അങ്ങനെയാ, അത് നോർമലൈസ്ഡ് ആയിരുന്നു. പക്ഷെ ഇന്നങ്ങനെ പറഞ്ഞ വീട്ടുകാരും നാട്ടുകാരും ആ ടീച്ചറിനെ ഇല്ലാതാക്കും. അത് സത്യം അല്ലേ? അപ്പൊ കുട്ടികളെ കുറെ കൂടെ നമ്മൾ കുഷൻ ചെയ്യുന്നുണ്ടില്ലേ ഇന്നത്തെ സമൂഹത്തിൽ? കാരണം ഇപ്പൊ അങ്ങനെയാണല്ലോ സിസ്റ്റം. ഈ പറഞ്ഞതും സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ വിവരക്കേടാണ്. ഇപ്പൊ മായോട് ചെയ്തത് അത് കാരണം ഇപ്പോഴും അൺഹീൽഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. കാരണം പക്ഷേ നമ്മുടെ ഒരു പേരന്റിങ് സിസ്റ്റം കാരണമോ അന്നത്തെ കാലത്ത് നമ്മൾ കണ്ടീഷൻ ആയതുകൊണ്ടോ നമ്മൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു പോയി. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലല്ലോ. കാരണം അവരൊരു ലിമിറ്റഡ് വേൾഡിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് അണുകൂടുമ്പോൾ, ഒരു ഹ്യൂജ് ഫാമിലി ഒന്നുമില്ല, ഗ്രാൻഡ് പേരൻസ് പോലും കൂടി. സത്യം. കാരണം എനിക്ക് തോന്നുന്നു ഇന്നിപ്പം, അതായത് പണ്ടത്തെ കാലത്ത് ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറയാണ്, അച്ഛ എന്നെ ടീച്ചർ അടിച്ചു എന്ന് പറയാൻ 2 അടി എനിക്ക് എക്സ്ട്രാ കിട്ടും, അവിടെ നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും എന്നാണ് വരിക. ഇന്നങ്ങനെയല്ല, ടീച്ചർ അടിച്ചോ നിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പേരന്റ് ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ശരിക്കും ടീച്ചറിന്റെ അടുത്ത് പോയി ഹോൾ സ്കൂൾ വിൽ നോ ദറ്റ് യു നോ ദിസ് ടീച്ചർ ഹാസ് ഡൺ സംതിങ് ലൈക്ക് ദിസ്. സോ ടീച്ചേഴ്സ് ആർ ഓൾസോ ഇൻ എ വെരി ഒരു മറ്റേ എക്ഷനിൽ നടക്കുന്ന പോലെയാണ്. അവരും അയ്യോ കുഞ്ഞിൻ്റെ അടുത്തൊന്നും പറയുന്നത്. ആൻഡ് കുട്ടികൾക്ക് ഇന്നറിയാം, കുട്ടികൾക്കറിയാം ഇന്ന്. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പറയുവാണ്, ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും, ടീച്ചറിന് എന്നെ അടിക്കാനൊന്നും പറ്റത്തില്ല എന്ന് തിരിച്ചു പറയുന്ന കുട്ടികളും ഉണ്ട്. വളരെ മീൻസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് ഇവർക്ക് റൈറ്റ്സ് അറിയാം, ആര് ചെയ്യണം, ആര് ഉപദ്രവിക്കാൻ പാടില്ല, അതിനെന്ത് ചെയ്യണം. ഇവൻ കുട്ടികൾ ടീച്ചേഴ്സിനോട് അപ്പം തന്നെ ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. അതെ, മൈ ഫ്രണ്ട് റീസെന്റ് സെഡ്, അതായത് പണ്ടാണെങ്കിൽ നമ്മൾ ടീച്ചർ ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് മോർണിംഗ്, ഭയങ്കര വിനയമാണല്ലോ, ഓവർ വിനയമാണ് നമുക്ക്. അതേ സമയത്ത് ഇന്നത്തെ കുട്ടികൾ ദേ ആർ ഐ ടു ഐ വിത്ത് ദ ടീച്ചർ. യുനോ അവരിപ്പോ കാലുമേ കാലിട്ടിട്ട് ആണ് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുക. അപ്പൊ നമുക്ക് തോന്നും അയ്യോ ഇതെന്താ ഇങ്ങനെ. പക്ഷേ ദെം ഇൻ ദെയർ ഐസ് ഡിസ്റെസ്പെക്റ്റേ അല്ല. അതെ, ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തില്ലല്ലോ, ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നോർമലായിട്ടല്ലേ സംസാരിക്കുന്നത് എന്ന് തിരിച്ച് പറയുമ്പോൾ നമുക്കറിയില്ല ഇതിപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്ത് എന്താ പറയുന്നത്. അങ്ങനൊരു അവസ്ഥയിലാണ് പേരൻസും ടീച്ചേഴ്സും. കറക്റ്റ്. കാരണം അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് കാലം മാറിയല്ലോ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, പക്ഷേ ഓവർ ഹമ്പിളാണ്. പക്ഷെ ആ എൽഡേഴ്സിൻ്റെയും നമുക്കൊക്കെ ഒരുപാട് എല്ലാ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാകും പറയാൻ വേണ്ടി. ഈ പറഞ്ഞ അതേ എൽഡേഴ്സിൻ്റെയും നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് നമ്മൾ മോസ്റ്റ് ഓഫ് ദി പേരൻസ് പറയുന്നത് നിന്നെ റെസ്പെക്ട് ചെയ്യുന്നവരെന്നെ റെസ്പെക്ട് ചെയ്യുക. ഈവൻ എൻ്റെ സജഷനും അതാ. അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കുട്ടികളും കുറേയും കൂടെ ഇതിനെ അക്നോളജ് ചെയ്യാനും നോ പറയാനും ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ രീതിയിലോട്ട് കേപ്പബിളായി. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില സിസ്റ്റംസ് എല്ലാം ഫെയിലിയർ ആവുന്നു. ഈ പറയുന്നത് പോലെ കുട്ടികൾക്ക് എങ്ങനെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല, കമ്പാരിസൺസിനെ ഫേസ് ചെയ്യാൻ അറിയത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് വേൾഡ് ഭയങ്കര ചെറുതാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം പണ്ടത്തെ കാലത്ത് ഇപ്പോൾ എനിക്ക് ഡാൻസാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഡാൻസ് ആയിരിക്കും, ഒരു പാട്ടാണെങ്കിൽ പാട്ടാണ്. ഞാൻ എപ്പോഴും പറയും സച്ചിൻ ടെണ്ടുൽക്കറിനെയൊക്കെ അവരുടെ പപ്പ തീരുമാനിക്കുവാണ് 15 വയസ്സായപ്പോഴത്തേനും ക്രിക്കറ്റൊക്കെ സൂപ്പർ അല്ലേ, എന്നാൽ ഇനി ഫുട്ബോളിന് വിടാം, നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ കിട്ടുമായിരുന്നോ. ഇന്നത്തെ പേരൻസ് എന്താ ചെയ്യുന്നത്, ഒരാഴ്ചയിൽ ഒരു 8 ആക്ടിവിറ്റി ഉണ്ടാവും. ഫുട്ബോളും ഡാൻസും പാട്ടും എല്ലാം കൂടെ കുട്ടികളെ പഠിപ്പിക്കും. അതിൻ്റെ ബിയോണ്ട് പഠിക്കാൻ ഒരു കിൻഡിൽ അവർക്കുണ്ട്, ബുക്സ് തന്നെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടി അങ്ങ് എക്സോസ്റ്റ് ആയി പോവാ. ശ്രദ്ധിച്ചാൽ മതിമായ നമ്മളവർക്ക് ഈ കുട്ടി സൂപ്പർ എക്സലൻ്റ് ആയിരിക്കുമെന്ന് അല്ല. ചിലപ്പം നമ്മുടെ ഇപ്പോൾ സ്റ്റേജസ് നിങ്ങൾക്കെല്ലാം അറിയാം, ചില സ്റ്റേജസിൽ കുട്ടികൾ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. പക്ഷെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ അത് ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പം ഈ കുട്ടികൾ ഒരു വിഡ്രോവലം കാണിക്കും. എല്ലാതും കൂടെ അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരിന്ന് എല്ലാത്തിൽ നിന്നും മാറിപ്പോവും. കാരണം ഒന്നും അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ ലോകത്തെ അവരെ എന്താ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എല്ലാം കൂടെ പഠിപ്പിച്ചു വെച്ചിട്ട് കുട്ടിക്ക് ചെയ്യാവുന്ന ഒരു ലിമിറ്റുണ്ട്. എപ്പോഴാണോ ഒരു ടീനേജറായി തന്നെ സംസാരിക്കാൻ തുടങ്ങുക, എനിക്ക് പോവണ്ട, ഞാൻ പോകുന്നില്ല, അപ്പോഴത്തേനും നമ്മൾ ഇത്രയും പൈസ മുടക്കി, നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു, കഥകൾ വരും. അത് കുട്ടി പറയും എനിക്ക് പറ്റുന്നു, പക്ഷേ കുട്ടിക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ ഇതാണ് സംഭവിക്കുന്ന മൾട്ടിപ്പിൾ കാര്യങ്ങൾ. എൻ്റെ ഡ്രീം മൊത്തം ഞാൻ കുട്ടിയിലോട്ട് ഡംപ് ചെയ്യുക. എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യുക, ആ കൊച്ചിനെ ഒന്ന് കാണണം, അത് സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്ത്, അവർക്കൊക്കെ ക്ഷീണമില്ലേ, നിനക്കാണല്ലോ ഇത്ര ക്ഷീണം, നീ കയറി കിടന്നുറങ്ങിക്കോ, നിന്നെക്കൊണ്ട് ഒരു കഴിവില്ല. ഇതെല്ലാം നമ്മൾ ഓർക്കും, പേരൻസ് ഓർക്കും അവരെ ഞങ്ങൾ വളർത്താൻ വേണ്ടിയല്ലേ, മോട്ടിവേഷന് വേണ്ടിയല്ലേ. പക്ഷെ അല്ല. ഓക്കെ, ഓൾറൈറ്റ്. എനിവേ, അപ്പോൾ ഇതിനോടൊപ്പം ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു പേരൻറ്റിങ്ങിൻ്റെ
ഭാഗമായിട്ട് വാട്ട് ഈസ് റൈറ്റ് പേരൻറ്റിങ്? ലൈക്ക് ഇപ്പം അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സാക്ട്ലി. നമുക്ക് ഇതാണ് ശരി, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയ അല്ലല്ലോ, കുറച്ച് ഗ്രേ ഏരിയയാണത്. സോ കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ മാക്സിമം ഓഫ് കോഴ്സ് എല്ലാ പേരൻസിനും അവരുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആകണം, ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ലൈഫ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. സോ എന്താണ് നമുക്ക് പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ്? ഇപ്പോൾ ഇത് ക്ലീശയായിട്ട് ഇങ്ങനെ നമ്മൾ വെറുതെ എനിക്ക് പറയുന്നതിനോട് താല്പര്യമില്ല. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു എന്താ ഇതിന് ആൻസർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ കുട്ടികളും എൻ്റെ അടുത്ത് വരുന്നതിനെ ഞാനിങ്ങനെ ഒന്ന് ഫ്രെയിം ചെയ്യുമായിരുന്നു. എന്താണ് മേജർ കൺസേൺ എന്നുള്ളത്. നമുക്കിപ്പോൾ ക്ലീശയായിട്ട് പറയാനാണെങ്കിൽ നിങ്ങൾ അവരെ വാലിഡേറ്റ് ചെയ്യുക, നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാം, കണക്ഷൻ വെക്കുക, ഫ്രണ്ട് ആകുക, ഇതൊക്കെ പറയാം. എനിക്കതൊന്നും പറയണ്ട. രാദർ മെയിൻ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നമുക്കറിയാം, പക്ഷെ ആ ഒരു ഓവർ കോൺഫിഡൻറ്റും പാടില്ല. കുട്ടികൾ നമ്മളെ ഫൂള് ചെയ്യുന്ന പോലെ, നമ്മളെ വിഡ്ഢിയാക്കുന്ന പോലെ വേറെ ഒരാളെയും കുട്ടികൾ വിഡ്ഢിയാക്കില്ല. കാരണം പേരൻസ് എല്ലാവരും പറയും എൻ്റെ കുട്ടീനെ എനിക്കറിയാം, എൻ്റെ കുട്ടി അത് ചെയ്യില്ല. പക്ഷെങ്കിൽ കുട്ടികളാണ് നമ്മളെ ഏറ്റവും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ മാനിപ്പുലേറ്റഡ് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഒരു റീസൺ ഉണ്ടാവും. ആ റീസണാണ് നമ്മൾ വരുത്താതെ നോക്കേണ്ടത്. അതൊന്നാണ് ഫോൺ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഇതിൽ നിന്ന് മാക്സിമം കുട്ടികളെ മാറ്റി നിർത്തുക. 3, കുട്ടികൾക്ക് ചോയ്സസ് കൊടുക്കുക. കുട്ടി ഇപ്പോൾ ഈ ചെയ്യുന്നത് കുട്ടി ആക്ടിവിറ്റി എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നെങ്കിലും എൻജോയ് ചെയ്യാത്ത ഒരു മൊമെൻറ്റിൽ അത് നിർത്തുക. കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ളൊരു ഓൺ സ്പേസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം പലപ്പോഴും ഈ മൾട്ടിപ്പിൾ ടാസ്ക് കൊടുത്തിട്ട് കുട്ടികൾ എക്സോസ്റ്റഡ് ആയിട്ട് വീട്ടിൽ വന്ന് ടയേർഡായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്നവരാണ്. പിന്നെ അവരുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കുക, അവരുമായിട്ട് കുട്ടികളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. മാക്സിമം അവരിഷ്ടപ്പെടുന്ന ഒരു ജഡ്ജ്മെൻറ്റലിലോട്ട് കൊണ്ടുപോകല്ല. അതായത് ആ കുട്ടി അത്ര ശരിയല്ല, അതിൻ്റെ വർത്തമാനം കേട്ടില്ല, അതിന് ഇത്ര ഒരു പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കുട്ടി ഓർക്കുന്നത് എന്താണെന്നറിയോ, ആ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര വാലിഡേഷൻ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. അപ്പോഴായിരിക്കും ഈ പേരൻ്റ് ഇരുന്ന് കുട്ടീനെ കുറ്റം പറയുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഈ ഫ്രണ്ട് ആകുന്നത് ഒഴിവാക്കുക. കാരണം കുട്ടീൻ്റെ ഫ്രണ്ട് ആകാൻ വേണ്ടി എന്നോട് തുറന്നു പറ, എല്ലാം പറ എന്നും പറഞ്ഞിട്ട് കുട്ടിക്ക് എപ്പോഴും നമ്മൾ പോലും നമ്മുടെ ഏജിലുള്ള ഒരാളോടല്ലേ നമുക്കൊരു കംഫർട്ട് വരുന്നത്. കുട്ടിക്ക് വേണ്ടത് ഒരു പേരൻറ്റിനെ അല്ല, കുട്ടിക്ക് വേണ്ടത് അവർക്ക് ഇമോഷണലി എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസാണ്. സോ മോസ്റ്റ്ലി ആ സേഫ് സ്പേസ് ഉണ്ടാവത്തില്ല. ഓട്ടോമാറ്റിക്കലി ജഡ്ജ്മെൻ്റൽ പാറ്റേൺ വരും. ഒരു നമ്മുടെ ഒരു ലോജിക്കൽ എക്സ്പീരിയൻസും റീസണിങ്ങും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും. അതെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ ചെയറിലിരുന്നിട്ട് അവരായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആ പ്രായത്തിൽ എന്തായിരിക്കും ഇന്നത്തെ ഒരു എക്സ്പോഷർ വെച്ചിട്ട് ഈ കുട്ടി എന്തുകൊണ്ടായിരിക്കും ഇത് ചിന്തിക്കുന്നതെന്ന് നോക്കുക. എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് അവർക്കൊരു ആൻസർ കൊടുക്കാം. പക്ഷെ നമ്മുടെ ജഡ്ജ്മെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടിയായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ വരിക. കുട്ടിക്കിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും പുറത്തു നിന്നൊരു തെറ്റ് വന്നാലും ഓടി വന്ന് എനിക്ക് പറയാനുള്ള സ്പേസ് ആ വീടാക്കുക, ആ ഹോം ആക്കിയെടുക്കുക. അല്ലാണ്ട് എനിക്കിവിടെ ഓർഡർ ചെയ്യാനും എനിക്കിതിനെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടിയുള്ള ഒരു പേഴ്സണാണ് ഞാനാണ് കാശ് മുടക്കുന്നത്, ഞാനാണ് ഫുഡ് തരുന്നത്, ഇങ്ങനെ ആകാവൂ, ഇങ്ങനെ പാടുള്ളൂ എന്നൊന്നും ആരുടെ അടുത്തും നടക്കില്ല. നമ്മുടെ അടുത്ത് പോലും നടക്കില്ല. നമ്മുടെ ഫാമിലി പോലും നമ്മളുടെ അടുത്ത് കുറേ റൂൾസുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഒരു ലിമിറ്റഡ് ടൈം ആകുമ്പോൾ നമ്മൾ തിരിക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒരിക്കലും നടക്കില്ല. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്, അവർ കാണുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇമോഷണൽ വാലിഡേഷൻ, അവരുടെ ഇമോഷൻസിനെ അവരായിട്ട് കണ്ട് നമ്മുടെ കുറേ സ്റ്റോറീസ് കൊണ്ടിടാതെ അതിനെ ഒന്ന് ലിസൺ ചെയ്യുക, ജഡ്ജ്മെൻ്റൽ അല്ലാതെ. അത് തന്നെ ഒരു ഹീലിംഗ് ആയിരിക്കും, അത് തന്നെ ഒരു ബെറ്റർ പേരൻറ്റിങ്ങും ആയിരിക്കും. Absolutely. So as I think this conversation comes to an end, what I would like to tell every parent, every teacher is that നിങ്ങൾക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വളരെ ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ടുള്ള ഒരു പവർ ഉണ്ട്. ബട്ട് ഫോർ ദാറ്റ് മേ ബി യു നീഡ് ടു ബി എ ലിറ്റിൽ മോർ പ്രസൻറ്റ് ഫോർ ദം. So we were in conversation with the clinical psychologist Dr. Siji Ravindran. Thank you. Hit 96.7 FM.